കോഴിക്കോട് എലത്തൂരിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം അരുംകൊലയെന്ന് പോലീസ്. ഒരുമിച്ച് ജീവനൊടുക്കാമെന്ന് പറഞ്ഞ് യുവതിയെ വിളിച്ചു വരുത്തിയ ആൺസുഹൃത്ത് വൈശാഖൻ യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു. ജ്യൂസിൽ ഉറക്ക ഗുളിക നൽകി യുവതിയെ പാതി മയക്കത്തിലാക്കിയായിരുന്നു കൊലപാതകം. സ്വകാര്യ വീഡിയോ യുവതി പുറത്തുവിടുമോ എന്ന് വൈശാഖൻ ഭയപ്പെട്ടിരുന്നു. വൈശാഖൻ ലൈംഗിക വൈകൃതമുള്ള ആളെന്നും പോലീസ് പറയുന്നു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ചേരുന്നു. സമീർ സി മുഹമ്മദ്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ഈ മാസം 24-നാണ് എലത്തൂർ മാളിക്കടവിലെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ സ്ഥാപനത്തിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിന് എലത്തൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി പോലീസിന് ലഭിച്ചത് അവിടെയുള്ള CCTV ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളാണ് ഈ നടക്കുന്ന ക്രൂരകൃത്യത്തിന്റെ തെളിവുകൾ ലഭ്യമായത്. അതിനകത്താണ് ഈ യുവാവ്, ഈ പ്രതിയായിട്ടുള്ള വൈശാഖൻ, ഈ യുവതിയുമായി സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ ഉൾപ്പെടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇവരെ ഹാങ് ചെയ്യാൻ, തൂങ്ങി മരിക്കാനിടയാകുന്ന സാഹചര്യം ഉൾപ്പെടെ അതിനകത്ത് കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ആ ദൃശ്യങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇയാൾ ഈ യുവതിയോട് നിർബന്ധിക്കുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഉറക്ക ഗുളിക കലർത്തിയ ആ ജ്യൂസ് അവരെ നിർബന്ധിച്ച് കുടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് നേരത്തെ തന്നെ അവിടെ ഒരു തൂങ്ങാനുള്ള കയറും അതുപോലെ തന്നെ കയറി നിൽക്കാനുള്ള സ്റ്റൂളും ഒക്കെ തന്നെ ഒരുക്കിയിരുന്നു. അതിനകത്തേക്ക് ഈ യുവതിയെ കയറ്റി നിർത്തുകയും പിന്നീട് തൂങ്ങി ആടുന്ന സമയത്തേക്ക് ഈ സ്റ്റൂൾ തട്ടി മാറ്റി അയാളെ നിർബന്ധിച്ച് അങ്ങനെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ അതിക്രൂരമായിട്ടുള്ള ഈ കൊലപാതകം നടപ്പാക്കി, ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകം നടപ്പാക്കി എന്ന കാര്യമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 16 വയസ്സ് മുതൽ ഈ യുവതിയെ ഇയാൾ ചൂഷണം ചെയ്തിരുന്നു, ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ മരണശേഷം പോലും ഈ യുവതിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ള കാര്യം ഉൾപ്പെടെ ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. അത്തരം കാര്യങ്ങൾ വളരെയേറെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇയാളൊരു ലൈംഗിക വൈകൃതമുള്ള രോഗിയാണ്, ഒരു സൈക്കോ കില്ലറാണ് എന്ന കാര്യം കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രതിയുടെ മൊഴിയെടുപ്പിൽ ചോദ്യം ചെയ്യലാണ് മറ്റു കാര്യങ്ങൾ, അതായത് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൂടി ചേർക്കാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. ചെറിയ കാലം മുതൽ തന്നെ ഈ കുട്ടിയെ ചൂഷണം ചെയ്തിരുന്നു എന്നുള്ള കാര്യം ഉൾപ്പെടെ ഈ ചോദ്യം ചെയ്യലാണ് പ്രതി സമ്മതിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ അടുത്ത ദിവസങ്ങളായിക്കൊണ്ട് ഈ പ്രതിയും ഈ പെൺകുട്ടിയും തമ്മിൽ തെറ്റിയിരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ സ്വകാര്യ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ പെൺകുട്ടിയുടെ കൈവശമുണ്ട് എന്നാണ് ഇയാൾ സംശയിക്കുന്നത്. അത് പുറത്തു വരുമോ എന്നുള്ള ഭീതി ഉണ്ടായിരുന്നു. ആ ഭീതിയിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന കാര്യം ഈ പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ദിലീപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.